السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه الفائزين أجمعين أما بعد. ഏറ്റവും ബഹുമാനവും ആദരവും നിറഞ്ഞ സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഈ പവിത്രമായ ഈ ഭവനത്തിൽ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ അവന്റെ സ്വലോക സ്വർഗത്തിൽ നാം എല്ലാവരെയും ഒരുമിച്ച് കൂടി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ ദോഷങ്ങളെല്ലാം അല്ലാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിലും കുടുംബത്തിലുമുള്ള രോഗികൾക്ക് അല്ലാഹു പരിപൂർണമായ ശമനം കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്നും മരണപ്പെട്ടു പോയ, നമ്മുടെ കുടുംബത്തിൽ നിന്നും മരണപ്പെട്ടു പോയ, നമ്മുടെ ഈ മഹല്ല ഖബർസ്ഥാനിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ എല്ലാവർക്കും അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല തന്റെ അടിയാറുകളായ അടിമകൾക്ക് ചില പ്രത്യേക സമയങ്ങളിൽ ഒരു പ്രത്യേകമായ ഓഫറുകൾ അല്ലാഹു നൽകാറുണ്ട്. ഓഫറുകൾ നൽകാറുണ്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ ദുനിയാവുമായി ബന്ധപ്പെട്ട്, നമ്മുടെ ആഖിറവുമായി ബന്ധപ്പെട്ട ഓഫറുകളെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അത്തരത്തിലുള്ള ഒരു ഓഫർ നൽകുന്ന ഒരു ദിവസമാണ് പവിത്രമായ ബറാഅത്തിന്റെ രാവ്. ഇൻഷാ അല്ലാഹ് വരുന്ന തിങ്കളാഴ്ചയാണ് ബറാഅത്തിന്റെ രാവ്. ചൊവ്വാഴ്ച ഇൻഷാ അല്ലാഹ് അതിന്റെ നോമ്പ് ഒന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്. ഒരുപാട് പ്രത്യേകതകൾ നിറഞ്ഞ രാവാണ് ബറാഅത്തിന്റെ രാവ് എന്ന് പറഞ്ഞാൽ. വളരെ ചുരുക്കിക്കൊണ്ട് ഇൻഷാ അല്ലാഹ് 3 പ്രത്യേകതകൾ പറഞ്ഞുകൊണ്ട് ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്റെ അടിമകൾക്ക് ദുന്യവിയായി അതേപോലെ ഉഖറവിയായി കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ അല്ലാഹു നൽകുന്ന ഒരു രാവാണ് ഈ പവിത്രമായ ബറാഅത്തിന്റെ രാവ്. ചോദിക്കാൻ നമ്മൾ തയ്യാറാണ് എങ്കിൽ നൽകാൻ അല്ലാഹു തയ്യാറാണ്. അതാണ് ഒന്നാമത്തെ പ്രത്യേകത. അല്ലാഹുവിനോട് എന്ത് നമ്മൾ ചോദിച്ചാലും, ദുന്യവിയായ കാര്യങ്ങളാവട്ടെ ഉഖറവിയായ കാര്യങ്ങളാവട്ടെ, എന്ത് ചോദിച്ചാലും അല്ലാഹു നൽകുന്ന ഒരു രാവാണ് ബറാഅത്തിന്റെ രാവ്. അതേപോലെ രണ്ടാമത്തെ പ്രത്യേകത, നമ്മുടെ ഈ ജീവിതത്തിന്റെ കാലയളവിൽ എത്രയോ തെറ്റുകുറ്റങ്ങളാണ് നമ്മൾ ഓരോരുത്തരും ചെയ്തിട്ടുള്ളത്. ഓരോ മനുഷ്യന്മാരും ചിന്തിക്കേണ്ടത്, ഓരോ ആളുകളും ഈ സമയത്ത് ചിന്തിക്കേണ്ടത്, എനിക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇത്ര ആയുസ് എനിക്കിപ്പോൾ തന്നല്ലോ. ഈ കാലയളവിൽ അല്ലാഹു എനിക്ക് ഇഷ്ടമില്ലാത്ത ഒരുപാട് തെറ്റുകുറ്റങ്ങൾ, ഒരുപാട് ദോഷങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ ദോഷങ്ങൾ അല്ലാഹുവിനോട് നമ്മൾ ഒന്ന് ഏറ്റു പറയുകയാണ് എങ്കിൽ അല്ലാഹു ആ ദോഷങ്ങളൊക്കെ പുറത്തു തരുന്ന ഒരു രാവാണ് ബറാഅത്തിന്റെ രാവ്. മൂന്നാമത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ബറാഅത്തിന്റെ രാവിൽ ലക്ഷക്കണക്കിന് ആളുകൾക്ക് നരകമോചനം നൽകുകയാണ്. ആ നരകമോചനത്തിൽ നിന്ന് ആരെങ്കിലും അല്ലാഹുവിനോട് നരകമോചനം ചോദിക്കുകയാണ് എങ്കിൽ ആ മനുഷ്യനിക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നരകമോചനം കൊടുക്കും. അങ്ങനെ 3 പ്രത്യേകതകൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ പറയുകയാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് സ്നേഹത്തോടു കൂടി പറയാനുള്ളത്, ഈ രാവിന്റെ പേര് ലൈലത്തുൽ ബറാഅ. ലൈലത്തുൽ ബറാഅ എന്ന് പറഞ്ഞാൽ ഒഴിവാക്കുന്ന രാവ്, മോചിപ്പിക്കുന്ന രാവ് എന്നൊക്കെയാണല്ലോ അർത്ഥം. അതായത് ഷഅബാൻ 15ന്റെ രാവ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വരുന്ന തിങ്കളാഴ്ചയാണ് അതിന്റെ രാവ് വരുന്നത്. പിറ്റേന്ന് ചൊവ്വാഴ്ചയാണ് അതിന്റെ നോമ്പും വരുന്നത്. അത് നമ്മൾ അന്നത്തെ രാവിൽ പരമാവധി നമ്മൾ അല്ലാഹുവിനോട് ദുന്യവിയായ കാര്യങ്ങൾ, ഉഖറവിയായ കാര്യങ്ങള്, നമ്മൾ ചെയ്തു കൂട്ടിയ ദോഷത്തിന്റെ കണക്കുകൾ, അതേപോലെ നരകമോചനം, അങ്ങനെ തുടങ്ങി അല്ലാഹുവിനോട് എന്ത് ചോദിച്ചാലും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് നൽകുമെന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. ആ ദിവസത്തിനെ കുറിച്ച് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഇദാ കാനത് ലൈലത്തു നിസ്ഫുൻ മിൻ ശഅബാൻ, ശഅബാൻ പകുതിയുടെ രാവ് ആയി കഴിഞ്ഞാൽ, അതായത് ഇൻഷാ അല്ലാഹ് വരുന്ന തിങ്കളാഴ്ചയുടെ രാവ് ആയി കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളോട് ചെയ്യാൻ പറഞ്ഞത് ഫഖൂമു ലൈല
അതിന്റെ രാത്രിയിൽ ഒരുപാട്, അതിന്റെ രാവുകളിൽ ഒരുപാട് നിസ്കാരങ്ങൾ നിങ്ങൾ നിസ്കരിച്ചുകൊണ്ട് ഒരുപാട് സുഹൃതങ്ങൾ നിങ്ങൾ ചെയ്യണേ. മാത്രമല്ല പിറ്റേ ദിവസം വസൂമു നഹാറഹ, അതിന്റെ പകലിൽ നിങ്ങൾ നോമ്പനുഷ്ഠിക്കുകയും ചെയ്യണേ എന്ന് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ്. മാത്രമല്ല സാധാരണ അന്നത്തെ രാവിൽ നമ്മൾ നേരത്തെ ഉറങ്ങുന്ന ആളുകളായിരിക്കാം. പക്ഷേ ബറാഅത്തിന്റെ രാവിൽ ഒന്ന് സമയം ചെലവഴിച്ചുകൊണ്ട് ദുന്യവിയായ കാര്യങ്ങള്, ഉഖറവിയായ കാര്യങ്ങള് അല്ലാഹുവിന്റെ മുമ്പിൽ അല്ലാഹുവിനോട് ചോദിച്ച് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ച് അല്ലാഹുവിനോട് കൈ ഉയർത്തി കണ്ട് നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ പ്രാർത്ഥനയ്ക്ക് ഇജാബത്ത് ഉറപ്പാണ് എന്ന് യാതൊരു തർക്കവുമില്ല. അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്, ഫഇന്നല്ലാഹ തആല യൻസിലു ഫീ തിൽക്കൽ ലൈലതി ഇല സമാഇദ് ദുനിയ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഒന്നാം ആകാശത്തിലേക്ക് ഇറങ്ങി വരികയാണ്. അതിന്റെ ഒരു അതുകൊണ്ട് സൂചിപ്പിക്കുന്നത് എന്താണ്? ഒന്നാം ആകാശത്തിലേക്ക് ഇറങ്ങി വരും എന്നുകൊണ്ട് സൂചിപ്പിക്കുന്നത് തന്റെ അടിമകളിലേക്ക് തന്റെ ഉടമ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അടുത്തു വരും. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുന്ന് ചോദിക്കും, ഹൽ മിൻ സായിലിൻ, ആരെങ്കിലും എന്നോട് ചോദിക്കുന്നവരുണ്ടോ? ഉഅതി സുഅല, ആ ചോദ്യത്തിന് ഞാൻ ഉത്തരം നൽകാം. ദുന്യവിയായ കാര്യങ്ങളാവട്ടെ ഉഖറവിയായ കാര്യങ്ങളാവട്ടെ എന്ത് തന്നെ അല്ലാഹുവിനോട് ചോദിച്ചാലും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് ഉത്തരം നൽകുമെന്ന് ഹബീബ് നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. പിന്നെ അല്ലാഹു പറയുന്ന മറ്റൊരു ചോദ്യമുണ്ട്, ഹൽ മിൻ മുസ്തഗ്ഫിരിൻ, ആരെങ്കിലും എന്നോട് പാപമോചനം ചോദിക്കുന്നുണ്ടോ? ഒരുപാട് തെറ്റുകുറ്റങ്ങൾ നമ്മൾ ചെയ്തവരായിരിക്കാം, ഒരുപാട് ഹറാമുകൾ ചെയ്തിട്ടുണ്ടാവാം, വ്യഭിചരിച്ചിട്ടുണ്ടാവാം, അതേപോലെ കള്ള് കുടിച്ചിട്ടുണ്ടാവാം, അതേപോലെ പലിശ വാങ്ങിയിട്ടുണ്ടാവാം, പലിശ കൊടുത്തിട്ടുണ്ടാവാം, ആളുകളെ വേദനിപ്പിച്ചിട്ടുണ്ടാവാം. അങ്ങനെ തുടങ്ങി എണ്ണിയാൽ തീരാത്ത ഒരുപാട് തെറ്റുകുറ്റങ്ങൾ നമ്മൾ അള്ളാഹുവിനോട് ചെയ്തിട്ടുണ്ടാവാം. ഈ കാലയളവിൽ അള്ളാഹുവിനോട് അന്നത്തെ രാത്രി ആരെങ്കിലും ഇസ്തിഗ്ഫാർ ചോദിച്ചാൽ ആ മനുഷ്യനിക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പുറത്തു കൊടുക്കുമെന്ന് ഹബീബ് നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതേപോലെ മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഫഹൽ മിൻ മുസ്തർസിഖിൻ, ആരെങ്കിലും എന്നോട് ഭക്ഷണം ചോദിക്കുന്നുണ്ടോ? ഭക്ഷണത്തിന്റെ മറ്റുള്ള വ്യത്യസ്ത മേഖലകളെ നിങ്ങൾ എന്നോട് ചോദിക്കുന്നുണ്ടെങ്കിൽ ഫഅർസുഖല, ആ മനുഷ്യനിക്ക് ഞാൻ ഭക്ഷണങ്ങളൊക്കെ കൊടുക്കുമെന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുമെന്ന് ഹബീബ് നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. ചോദിക്കാൻ നമ്മൾ തയ്യാറാണ് എങ്കിൽ കൈ നീട്ടിക്കൊണ്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് നൽകാൻ നമ്മുടെ ഖാലിഖായ റാസിഖായ യജമാനനായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തയ്യാറാണ് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. ലൈലത്തുൽ ഖദ്റിന്റെ രാവ് കഴിഞ്ഞാൽ രണ്ടാമത്തെ ഏറ്റവും ശ്രേഷ്ഠതയുള്ള രാവാണ് ബറാഅത്തിന്റെ രാവ് എന്ന് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലൈലത്തുൽ ഖദ്റിന്റെ രാവിൽ ഒരുപാട് ഇബാദത്തുകളെ കൊണ്ട് ധന്യമാക്കിയ ആളുകൾക്ക് ധാരാളം നേട്ടങ്ങളുണ്ട്, പ്രതിഫലങ്ങളുണ്ട്. പക്ഷേ ആ ദിവസത്തിൽ നിങ്ങൾ എന്തും എന്നോട് ചോദിച്ചോളി, നിങ്ങൾക്ക് ഞാൻ ഉത്തരം നൽകാം എന്ന് അല്ലാഹു പറഞ്ഞിട്ടില്ല. 1000 മാസം ഇബാദത്ത് ചെയ്യുന്നതിനേക്കാൾ പ്രതിഫലം ലൈലത്തുൽ ഖദ്റിന്റെ രാവിൽ ഇബാദത്ത് ചെയ്ത ആളുകൾക്ക് നൽകും. പക്ഷേ ഈ ബറാഅത്തിന്റെ രാവ് വളരെ നിസ്സാരമായി കൊണ്ട് സാധാ രാവുകളെ പോലെ നമ്മൾ കാണാൻ പാടില്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഒരു വർഷക്കാലത്തേക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തന്റെ മലക്കുകൾക്ക് കണക്കുകൾ തിരിച്ചുകൊണ്ട് ഓരോ വകുപ്പുകളും വേർതിരിച്ചു കൊടുക്കുന്ന രാവാണ് ബറാഅത്തിന്റെ രാവ്. നമ്മുടെ മരണം, നമ്മുടെ ഭക്ഷണം, അതേപോലെ നമ്മുടെ സമ്പത്ത്, നമുക്ക് നൽകാനുള്ള പരീക്ഷണങ്ങള്, പ്രയാസങ്ങള്, ബുദ്ധിമുട്ടുകള് ഓരോന്നും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മലക്കുകൾക്ക് വകുപ്പ് തിരിച്ചു കൊടുക്കുന്ന രാവാണ് ബറാഅത്തിന്റെ രാവ്. അതുകൊണ്ട് പ്രയാസങ്ങളിൽ നിന്ന്, അതേപോലെ കഷ്ടതയിൽ നിന്ന്, ബുദ്ധിമുട്ടിൽ നിന്ന്, ദീർഘായുസിന് വേണ്ടി അങ്ങനെ തുടങ്ങി എല്ലാ കാര്യങ്ങളും അള്ളാഹുവിനോട് ആ രാവിന്റെ ദിവസം നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പ്രാർത്ഥനയ്ക്ക് ഇജാബത്ത് കിട്ടും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ട് നിസാരമായി കാണരുത്. അന്നത്തെ രാവിൽ ഒരുപാട് സുഹൃതങ്ങളെ കൊണ്ട് ധന്യമാക്കുക. ഇൻഷാ അല്ലാഹ് നമ്മുടെ പ്രിയപ്പെട്ട മഹാന്മാർ പറയുന്നുണ്ട്, 3 യാസീനുകൾ നമ്മളോട് അന്നത്തെ രാവിൽ ഓതാൻ വേണ്ടി പറയുന്നുണ്ട്. അന്നിന്റെ പ്രിയപ്പെട്ട സഹോദരന്മാര്, ചെറുപ്പക്കാര്, സാധാരണക്കാര് എല്ലാവരും ചെയ്യേണ്ടത് ജോലിക്ക് പോകുന്ന ആളുകളായിരിക്കാം.
വരാം. പക്ഷേ മഗ്രിബിന് മുമ്പ് കഴിയുന്ന ജോലി അന്ന് ഏർപ്പെട്ടുകൊണ്ട് മഗ്രിബ് ബാങ്ക് വിളിക്കലോടുകൂടി ഒന്നെങ്കിൽ നമ്മുടെ പള്ളിയിലേക്ക് വരിക, അല്ല എങ്കിൽ നമ്മുടെ വീടിന്റെ അകത്തളങ്ങളിൽ ഇരുന്നു കൊണ്ട് കുടുംബസമേതം മക്കളെയും കുട്ടികളെയും ഒക്കെ കൂട്ടിക്കൊണ്ട് ഇത് എന്റെ ഉഖ്റവിയായ നേട്ടത്തിന്, ഇത് എന്റെ ദുന്യവിയായ നേട്ടത്തിനാണ് എന്ന് കരുതിക്കൊണ്ട് 3 യാസീൻ സൂറത്തുകൾ നമ്മൾ ഓതേണ്ടതുണ്ട്. എന്തിനാണ് 3 യാസീനുകൾ ഓതേണ്ടത്? ഒന്നാമത്തെ യാസീൻ എന്ന് പറയുന്നത് ആയുസിൽ വർദ്ധനവ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അലൈഹിസ്സലാമിനിക്ക് ഒരു വർഷക്കാലം ആരുടെ റൂഹ് പിടിക്കണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു കണക്ക് കൊടുക്കുന്നത് ബറാഅത്തിന്റെ രാവിലാണ്. ആ ബറാഅത്തിന്റെ രാവിൽ നിന്ന് അല്ലാഹ് എന്നെ നീ രക്ഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ദീർഘായുസിന് വേണ്ടി നമ്മൾ അല്ലാഹുവിനോട് ദുആ ചെയ്യണം. രണ്ടാമത്തെ യാസീൻ എന്ന് പറഞ്ഞാൽ ഭക്ഷണത്തിൽ വിശാലതയ്ക്ക് വേണ്ടിയിട്ടാണ്, ഭക്ഷണത്തിൽ ബറക്കത്ത് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്, നമ്മുടെ ഭക്ഷണത്തിന്റെ സ്വാതന്ത്ര്യം അടയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കരുതേണ്ടത്. മൂന്നാമത്തെ യാസീൻ എന്ന് പറഞ്ഞാൽ ഏതൊരു മനുഷ്യന്റെയും ജീവിതാഭിലാഷം എന്ന് പറയുന്നത് മുഅ്മിനായി കൊണ്ട് ജീവിച്ച് മുസ്ലിമായി കൊണ്ട് തന്നെ ഈ ലോകത്തിൽ നിന്ന് വിട പറയണം. അതുകൊണ്ട് ഈമാൻ കിട്ടി മരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ യാസീൻ ഓതിയത് എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹുവിനോട് ദുആ ചെയ്യുന്ന ഒരു മനസ്സ് നമ്മൾ ഓരോരുത്തരിലും ഉണ്ടാവണം. കഴിയുമെങ്കിൽ ഇൻഷാ അല്ലാഹ് സൂറത്തുൽ ദുഖാൻ പാരായണം ചെയ്യൽ പ്രത്യേകം സുന്നത്തുണ്ട്. 3 പേജ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സ്നേഹത്തോടു കൂടി പറയാൻ, ആ നിസ്സാരമായി കാണാതെ നല്ല കാര്യങ്ങൾ ഇശാ മഗ്രിബിന്റെ ഇടയിൽ ഇബാദത്തുകളെ കൊണ്ട് ധന്യമാക്കുന്ന ഒരു അവസ്ഥയും ഒരു കാഴ്ചപ്പാടും നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കണമെന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്. റബ്ബ് തആല ഈ ബറാഅത്തിന്റെ രാവിൽ ഇൻഷാ അല്ലാഹ് വരുന്ന തിങ്കളാഴ്ചയിൽ ഒരുപാട് സുഹൃതങ്ങളൊക്കെ ധന്യമാക്കിക്കൊണ്ട് അല്ലാഹുവിനോട് ഒന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ അല്ലാഹു നാം എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നിസാരമായി കാണുന്ന ആളുകളുടെ കൂട്ടത്തിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെ ഉൾപ്പെടുത്താതിരിക്കുമാറാവട്ടെ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.